നമസ്കാരം. 2020 ലോക വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026 തുടങ്ങുകയാണ്. എല്ലാവരും ഇനി സെമി ആവേശത്തിലേക്ക് പോവുകയാണ്. നാളെയാണ് സെമി ഫൈനലിന് തുടക്കമാകുന്നത്. ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ആദ്യ സെമിയിൽ ഏറ്റുമുട്ടും. ഇന്ത്യക്ക് ഇംഗ്ലണ്ടാണ് സെമി ഫൈനൽ എതിരാളി. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വലിയ ആവേശത്തിലാണ് സഞ്ജു സാംസൺ ആരാധകരും. കാരണം കഴിഞ്ഞ മത്സരത്തിൽ വലിയ പോരാട്ടമാണ് സഞ്ജു കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് ഇന്ത്യ സെമിയിലേക്ക് എത്തിച്ചത്. 97 റൺസ് നേടിയ സഞ്ജുവിന്റെ പ്രകടനത്തിലായിരുന്നു ഇന്ത്യയുടെ ജയം. എന്നാൽ പ്രതിസന്ധിയാകുന്നത് സഞ്ജു സാംസണ് വിലക്ക് വരുമോ എന്ന ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ടീമിനെ ജയത്തിലെത്തിച്ചതിന് ശേഷമുള്ള ആഘോഷത്തിൽ ICC പരിശോധന ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക. നമ്മോടൊപ്പം മനീഷ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. മനീഷ, ആ ആഘോഷം വലിയ തരത്തിൽ സ്വീകരിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ICC അടക്കം അവരുടെ പേജുകളിലൊക്കെ ആ ആഘോഷത്തെ വലിയ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്, കാരണം ഏതെങ്കിലും തരത്തിലൊരു ഡീമെറിറ്റ് പോയിന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ടോ എന്ന്. വിജിഷ, തീർച്ചയായും ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിക്കുമ്പോൾ വെറുതെ ICCയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ സഞ്ജുവിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ICC തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പല മ്യൂസിക്കുകൾ ചേർത്ത് പല ആവർത്തി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അപ്പോഴും സഞ്ജു, നമ്മൾ നിയമത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ക്രിക്കറ്റ് നിയമം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലുള്ള റൂള് സഞ്ജു ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അത് ബാറ്റോ ഹെൽമറ്റോ എന്തുമായിക്കൊള്ളട്ടെ അത് വലിച്ചെറിയുന്നത് ICCയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. പലപ്പോഴും ക്രിക്കറ്റ് താരങ്ങളൊക്കെ പുറത്താകുമ്പോൾ അതിൻ്റെ അരിശം ബാറ്റിലും ബോളിലും ഒക്കെ തീർക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ ബൗണ്ടറി ലൈനിൽ ബാറ്റ് കൊണ്ട് അടിക്കുന്നതും അല്ലെങ്കിൽ ബാറ്റ് എടുത്ത് എറിയുന്നതും ഹെൽമറ്റ് തറയിലേക്ക് വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ICC ശക്തമായ നടപടി ഇവർക്കെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വനിതാ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനെതിരെ വരെ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഹെൽമെറ്റ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമല്ല. മാത്രമല്ല സഞ്ജു പുറത്തായതോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷന് പുറത്തോ അല്ല. സഞ്ജു മത്സരം അവസാനിപ്പിച്ചതിന് ശേഷം മുട്ടുകുത്തി നിൽക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ കൂടത്തിൽ തന്നെ ആ ഹെൽമെറ്റ് ഊരി മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഊരി താഴേക്ക് ഇടുമ്പോൾ അത് തീർച്ച പോകുന്നുണ്ട്. പക്ഷേ അത് ICC സ്വമേധ അത് ഇത് നിലവിലതിനെതിരെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പരാതി വരികയോ അല്ലെങ്കിൽ സ്വമേധ അതിൽ നടപടിയെടുക്കാൻ ICC തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ അത് ലെവൽ 1 നിയമലംഘനമായി പരിഗണിക്കപ്പെട്ടേക്കാം. അപ്പോഴും ഒരു ഡീമെറിറ്റ് പോയിന്റാണ് രുചിഷ് പറഞ്ഞ പോലെ നൽകാനുള്ള സാധ്യത. ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ICC ഇക്കാര്യത്തിൽ വലിയൊരു ജാഗ്രത പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഏഷ്യ കപ്പിൽ തന്നെ അത് നമ്മൾ കണ്ടതാണ്. ഫക്കർ സമാൻ അതിൽ ഇത്തരത്തിലൊരു സെലിബ്രേഷനൊക്കെ നടത്തുമ്പോൾ, ഫർഹാൻ ഇത്തരത്തിലൊരു സെലിബ്രേഷനൊക്കെ നടത്തുമ്പോൾ അതിനെതിരെയൊക്കെ നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് മഹേന്ദ്ര സിംഗ് ധോനി പാകിസ്ഥാനിൽ എത്തി സെഞ്ചുറി അടിച്ചതിന് ശേഷം ഈ വെടിവെക്കുന്നത് പോലെയുള്ള ആക്ഷനുകൾ കാണിച്ചിട്ടുള്ളതാണ് ബാറ്റ് കൊണ്ട്. പക്ഷേ അതേ സാധനം ഇവിടെ ഫർഹാൻ ആവർത്തിക്കുമ്പോൾ അത് ഒരു നിയമ നടപടികളിലേക്ക് പോകുന്നു. മാത്രമല്ല വിക്കറ്റ് എടുത്തതിന് ശേഷം ബൂമറയുടെ സെലിബ്രേഷൻ, അതുപോലെ തന്നെ ഹാരിസ് റൌഫ് ഫീൽഡിങ്ങിനിടെ കാണിച്ച ആംഗ്യം, ഇതിനൊക്കെ തന്നെ നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളും അതിന് ശേഷമുണ്ടായ പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷവും ഒക്കെയാണ്. ആ പശ്ചാത്തലത്തിൽ പരിഗണിച്ചാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്കൊക്കെ ICC പോകുന്നത്. പക്ഷേ ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് സഞ്ജു ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെ മുട്ടുകുത്തുന്നതും ഹെൽമെറ്റ് മാറ്റുന്നതും. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് റിലീജിയസ് ആയിട്ടുള്ള ഒരു സൈൻ സഞ്ജു കാണിച്ചു എന്നുള്ളതാണ്. അത് സഞ്ജുവിൻ്റെ വിശ്വാസപ്രകാരമുള്ള തരത്തിൽ ആഘോഷിക്കുന്നു. അദ്ദേഹം കുരിശു വരയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒന്നാണ്. അതും ICC പോലും അതും ആഘോഷിച്ച ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരുപക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ BCCയേക്കാൾ മുമ്പ് ഈ സഞ്ജുവിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ മനസ്സിലാക്കിയത് ICC ആണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ICC പേജുകളിൽ നിരന്തരം സഞ്ജു ടീമിൽ ഇല്ലാത്ത സമയത്ത് പോലും സഞ്ജുവിൻ്റെ പരിശീലന ദൃശ്യങ്ങളടക്കം കൊടുത്ത് ആ ഒരു ബ്രാൻഡ് വാല്യൂവിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ICC ആണ്. അങ്ങനെ ICC അത്തരത്തിൽ പോലും സഞ്ജുവിൻ്റെ ആ സെലിബ്രേഷനുകളെല്ലാം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു റേസിസം പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സൈന്യമോ അപമാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ICC ഒരു നടപടിയിലേക്ക് പോവുക. പക്ഷേ സാധാരണഗതിയിൽ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെറിയ ജസ്റ്റേഴ്സ് കാണിച്ചാൽ അത് വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾക്ക് പോകാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും ഒരു ആശങ്ക നിലവിലുണ്ട്. പക്ഷേ ഒരു ഡീമെറിറ്റ് പോയിന്റിൽ ഒതുങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. ശരി മനീഷ്, തീർച്ചയായും അത്തരം ചില റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ആ ആശങ്ക തുടരുന്നത്. പക്ഷേ അതൊരു സസ്പെൻഷനിലേക്കൊന്നും പോകാനുള്ള സാധ്യത എന്തായാലുമില്ല. പക്ഷേ ആ ആഘോഷങ്ങളും അതോടൊപ്പം ആ സഞ്ജുവിൻ്റെ ഗസ്റ്റൊക്കെ വലിയ തരത്തിൽ ആഘോഷിക്കുന്നത് ICC അടക്കം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതുകയാണ്. പക്ഷേ ഇപ്പോഴും ആ റിപ്പോർട്ടുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പരിശോധിച്ചേക്കാം ICC ഈ
സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളും നിൽക്കുന്നുണ്ട്. നമ്മൾ സെമി ഫൈനലിലെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയാൽ 4 വ്യത്യസ്ത ഭൂഖണ്ഡത്തിൽ നിന്നുള്ള 4 ടീമുകൾ സെമി ഫൈനൽ കളിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ 2020 ലോകകപ്പിന്റെ പ്രത്യേകത. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഇംഗ്ലണ്ടും കിരീടത്തിനായി പോരാടുമ്പോൾ രസകരമായ ചില നാഴികക്കല്ലുകളും ടീമുകൾ ലക്ഷ്യമിടും. ഏഷ്യയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ, ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക, യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ട്, ഓഷ്യാന മേഖലയിൽ നിന്ന് ന്യൂസിലൻഡ്. ലോകകപ്പിന്റെ ആവേശം ഒട്ടും കുറയ്ക്കാതെ കരുത്തർ തന്നെയാണ് അവസാന നാലിൽ. നിർഭാഗ്യങ്ങൾ കൂടപ്പിറപ്പായ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ലോക കിരീടമെന്ന സ്വപ്നം. ക്രിക്കറ്റിലെ സ്ഥിരതയുടെ പര്യായമായ ന്യൂസിലൻഡിനും വേണം ആദ്യ കിരീടം. ഇന്ത്യയും ഇംഗ്ലണ്ടും ലക്ഷ്യമിടുന്നത് 3ാം കിരീടമെന്ന ചരിത്ര നേട്ടം. സെമിയിൽ കാത്തിരിക്കുന്നത് തീപാറും പോരാട്ടങ്ങൾ. മഴയും ക്രിക്കറ്റ് നിയമങ്ങളിലെ നിർഭാഗ്യവും വഴിമുടക്കിയ കഥകൾ ഏറെയുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് പറയാൻ. ഹാൻസി ക്രോണിയും ജാക്ക് ആലിസും ലാൻസ് ക്ലൂനറും AB ഡിവിലിയേഴ്സും ഡെയിൽ സ്റ്റെയിനും അടക്കം ഇതിഹാസങ്ങൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട സ്വപ്നം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ലോക കിരീടത്തിൽ ഒരിക്കൽ പോലും ദക്ഷിണാഫ്രിക്ക തൊട്ടില്ല. 2007 തുടങ്ങി 2020 ലോകകപ്പുകളിൽ ഫൈനലിലെത്തിയത് ഒരേ ഒരു തവണ. കഴിഞ്ഞ ഫൈനലിൽ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിലാണ് ഇന്ത്യയോട് വീണത്. ഇത്തവണ പക്ഷേ ദക്ഷിണാഫ്രിക്ക രണ്ടും കൽപ്പിച്ചാണ്. ഒറ്റ മത്സരത്തിൽ പോലും തോറ്റില്ലെന്ന് മാത്രമല്ല, സൂപ്പർ 8-ൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയെ പോലും തകർത്ത് മുന്നേറ്റം. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8-ലും പതറിയെങ്കിലും പതിയെ താളം കണ്ടെത്തിയ ടീം ഇന്ത്യയാകട്ടെ എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ബാറ്റർമാരെല്ലാം ഫോം വീണ്ടെടുത്തതോടെ ഇന്ത്യയുടെ യഥാർത്ഥ ലൈനപ്പിലേക്ക് ടീം എത്തി. അഭിഷേക്, സഞ്ജു, ഇഷാൻ, സൂര്യകുമാർ, തിലക, ഹർദിക്, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ. ഏത് ബോളിംഗ് നിരയും തച്ച് തകർക്കാൻ കേൾപ്പുള്ള ഈ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും മാത്രമാണ് 2020 കിരീടം 2 തവണ നേടിയിട്ടുള്ളത്. ഇത്തവണ സ്വന്തം മണ്ണിൽ കിരീടം നേടിയാൽ 3 റെക്കോർഡുകൾ ഇന്ത്യക്ക് സ്വന്തമാക്കാം. ആദ്യമായി കിരീടം നേടുന്ന ആതിഥേയർ, കിരീടം നിലനിർത്തുന്ന ആദ്യ സംഘം, 3 കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ടീം. ലക്ഷ്യങ്ങളേറെയുണ്ടെങ്കിലും 2 തവണ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. ഓൾറൗണ്ടർമാരുടെ മികവിലാണ് ഇതുവരെ ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം. വിൽ ജാക്സും സാം കറനും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കുമെല്ലാം അവരവരുടെ ദിവസങ്ങളിൽ എന്തിനും പോന്നവർ. IPL-ലെ മത്സരപരിചയവും ഇംഗ്ലണ്ട് താരങ്ങൾക്കേറെയുള്ളതിനാൽ കരുതിയിരിക്കണം ഇന്ത്യ. എന്നും എല്ലാവരുടെയും ഫേവറേറ്റുകളായ ന്യൂസിലൻഡ് ആവട്ടെ ഇത്തവണ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സെമിയിലെത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ 2ാം സ്ഥാനവുമായാണ് സൂപ്പർ 8-ലെത്തിയത്. അവിടെ 3 മത്സരങ്ങളിൽ 1 ജയം മാത്രം. ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതോടെ 3 പോയിന്റ്. റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ മറികടന്നാണ് സെമിയിലെത്തിയത്. ചരിത്ര കിരീടം അരികെ നിൽക്കെ മിന്നും ഫോമിലേക്ക് ന്യൂസിലൻഡ് തിരിച്ചെത്തിയാൽ സെമി പോരാട്ടം ആവേശമാകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. ലോകകപ്പിൽ നിന്ന് പുറത്തായ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യയിൽ നിന്നുള്ള മടക്കയാത്ര വൈകുന്നു. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്നാണ് താരങ്ങളുടെ വെസ്റ്റ് ഇൻഡീസ് യാത്ര മുടങ്ങിയത്. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് അനുസരിച്ച് മടക്കയാത്ര ക്രമീകരിക്കുമെന്ന് ICC വൃത്തങ്ങൾ അറിയിച്ചു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് പിഴവ് വെളിപ്പെടുത്തി മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ. ബാക്ക് ഫുട്ടിൽ ഷോട്ടുകൾ കളിക്കുമ്പോൾ താരം കാലിലേക്ക് അമിതമായി ഭാരം നൽകുകയും മുട്ട് വളയ്ക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ടൈം തെറ്റുന്നതെന്ന് ഇർഫാൻ പറഞ്ഞു. ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നതാണ് താരത്തിന് ഉചിതമെന്നും ഇർഫാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. പിതാവിന്റെ മരണത്തിന് പിന്നാലെ ടീമിലേക്ക് മടങ്ങിയെത്തിയ റിങ്കുവിനെ പിന്തുണച്ച് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ടീമിനൊപ്പം ചേരാൻ തീരുമാനിച്ചതിന് റിങ്കുവിനെ അഭിനന്ദിച്ച ഗംഭീർ, റിങ്കു ഒറ്റയ്ക്കല്ലെന്നും ടീം മുഴുവൻ കൂടെയുണ്ടെന്നും പറഞ്ഞു. Rinku, it takes a lot of character to come and join the team. Remember one thing, you're not alone. The whole team is standing next to you during this hour, so stay strong. സിംബാബ്വേക്കെതിരായ മത്സരത്തിന് പിന്നാലെയാണ് റിങ്കുവിന്റെ പിതാവ് മരിച്ചത്. T20 ലോകകപ്പിലെ പാകിസ്ഥാനെതിരായ പ്രിയപ്പെട്ട മത്സരം ഏതെന്ന് വെളിപ്പെടുത്തി രോഹിത് ശർമ്മ. പ്രഥമ T20 ലോകകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയെന്ന് രോഹിത് പറഞ്ഞു. രോഹിത്തിന്റെ നായകത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും 2007-ലെ ഫൈനലാണ് താരം പ്രിയപ്പെട്ടതായി തെരഞ്ഞെടുത്തത്. ഫൈനലിൽ 16 പന്തിൽ 30 റൺസ് എടുത്ത രോഹിത്തിന്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ ജയത്തിൽ നിർണായകമായി. ഇന്ത്യ ഇംഗ്ലണ്ട് T20 ലോകകപ്പ് സെമി ഫൈനലിലെ മാച്ച് ഒഫീഷ്യൽസിനെ തീരുമാനിച്ചു. ക്രിസ് ഗവാനെയും അലാഹുദ്ദീൻ പലേക്കറുമാണ് മത്സരം നിയന്ത്രിക്കുക. അഡ്രിയാൻ ഓൾസ്ട്രോക്ക്
തേർഡ് അമ്പയറായും പോൾ റിഫേൽ ഫോർത്ത് അമ്പയറായും പ്രവർത്തിക്കും. ആൻഡി പ്രൈക്രോഫ്റ്റ് ആണ് മാച്ച് റഫർ. IPL-ൽ 19ാം സീസണിന് മുന്നോടിയായി ധോണിയും സംഘവും ചെപ്പോക്കിൽ പരിശീലനം ആരംഭിച്ചു. പരിശീലനത്തിൽ ധോണിയും സംഘവും ഫുട്ബോൾ കളിക്കുന്ന ദൃശ്യങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് പങ്കുവച്ചു. പരിശീലനത്തിന്റെ രസകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയ സെഗ്മെന്റും CSK ആരംഭിച്ചു. മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് അടക്കമുള്ളവർ പിന്നീട് മാത്രമേ ടീമിനൊപ്പം ചേരൂ.